Problem: evaluate triple integral over v dx dy dz whole divided by x plus y plus z plus 1 whole cube. Okay, where v is the tetrahedron bounded by the planes x is equal to 0, y is equal to 0 and z is equal to 0 and x plus y plus z is equal to 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കുറച്ച് കെയർഫുള്ളി ശ്രദ്ധിക്കേണ്ട പ്രോബ്ലംസ് ആണ്. 3 ഡയമെൻഷനിൽ വരുന്നതാണ്. ഫിഗർ നമുക്ക് എങ്ങനെ അതിൻ്റെ ഫിഗർ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലോർത്ത് വയ്ക്കണം. കുറേ കാര്യങ്ങൾ, അതായത് എക്സിൻ്റെയും സെഡിൻ്റെയും വൈൻ്റെയും ഒക്കെ ലിമിറ്റ് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് നിൽക്കുക. 3 ഡയമെൻഷനിലാണ്. ആസ് പോസിബിൾ എത്രത്തോളം മനസ്സിലാവും എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൺ ആണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ ബൗണ്ടഡ് ബൈ ദ പ്ലെയിൻസ് എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0, സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പ്ലെയിൻസ് ബൗണ്ട് ചെയ്തിട്ട് വരുന്ന ആ പ്ലെയിൻസും പിന്നെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു ഇതും പ്ലെയിനും കൂടി ബൗണ്ട് ചെയ്ത് വരുന്ന ഒരു ടെട്രാഹെഡ്രൺ ആണ്. സോ അതിൻ്റെ ഷേപ്പ് ആണ് ഇവിടെ വരച്ച് ഇട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു ഷേപ്പാണ് നമുക്ക് ഉള്ളത്. ഇതൊരു 3 ഡയമെൻഷൻ ഫിഗറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും നമുക്ക് എന്താണ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. അതായത് എവിടം മുതൽ എവിടം വരെ വാരി ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ടെട്രാഹെഡ്രനെ നമ്മൾ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതുമാതിരി തന്നെ സെഡ് ആക്സിസ്. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഷാഡോ, അതായത് ആ ടെട്രാഹെഡ്രൻ്റെ ഷാഡോ ഒരു ബേസ് ലെവലിൽ വരുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ പോർഷനിലാണ് ഉള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ. നമുക്ക് സെഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സെഡ് എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നു എന്ന് പറയണം. അപ്പം നമ്മൾ ഈ ഒരു എക്സ് വൈ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ എക്സ് വൈ പ്ലെയിനിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് എന്താ പറയുക ഒരു ലൈന് വരയ്ക്കുകയാണ്. ആ ലൈൻ എം എന്നാണ് പറയുന്നത്. ഇവിടെ എൽ എന്നാണ് അല്ല, ലൈൻ എം എന്ന് പറയുന്ന ഒരു ലൈന് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു റീജിയൻ, അതായത് നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു റീജിയനാണ് നമുക്കുള്ളതെങ്കിൽ ഈ റീജിയൻ്റെ നമുക്ക് എക്സും വൈ സെഡൊക്കെ ആക്സിസുകൾ വരയ്ക്കണം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു പ്ലെയിനിലാണ് നിൽക്കുന്നത് വിചാരിച്ചു. ഓക്കെ, ഇത് സെഡ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈന് മുകളിലോട്ട് വരയ്ക്കുക, അതായത് എക്സ് വൈ പ്ലെയിനിൽ നിന്ന് മുകളിലോട്ട് ഒരു ലൈന് വരയ്ക്കുക. അപ്പോൾ അത് സെഡിനെ എവിടം തൊട്ട് എവിടം വരെ കട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, അതായത് ഇവിടെയുള്ള ഒരു ആർബിട്രറി പോയിന്റ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ആ എക്സ് വൈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് മേലോട്ട് കുത്തനെ ഒരു ലൈന് വരയ്ക്കുന്നു. എന്നിട്ട് അത് സെഡിനെ എവിടം മുതൽ എവിടം വരെ കട്ട് ചെയ്യുന്നു എന്നാണ് നോക്കണം. അതിൽ നിന്നാണ് സെഡിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു വൈ ആക്സിസിന് പാരലായിട്ട് ഈ എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന് വീണ്ടും വരയ്ക്കും. ആ ലൈന് എവിടം മുതൽ എവിടം വരെ മൂവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വൈൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ എൽ എന്ന് പറയുന്നത് ഇവിടെ താഴത്തുള്ള ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു 3 ഡയമെൻഷൻ ഫിഗറിൻ്റെ ഒരു ഷാഡോ ഉണ്ടായിരിക്കും താഴെ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിലെ ഷാഡോ ആണ്. ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തത്തിലുള്ള റീജിയൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എൽ എന്ന് പറയുന്ന ലൈനിനെ എവിടം മുതൽ എവിടം വരെ മൂവ് ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് എക്സിൻ്റെ ലിമിറ്റ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം നമ്മളിവിടെ നമ്മുടെ കയ്യിൽ ഒരു പ്രിസം വെച്ച് കഴിഞ്ഞുള്ള ഫോം, പ്രിസാണെന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു ഫിഗറാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു 3 ഡയമെൻഷൻ ഫിഗറാണ്. സോ നമ്മൾ ഇവിടെയുള്ള ഒരു പോയിന്റ്, അതായത് താഴെ നമുക്കൊരു ട്രയാങ്കുലർ പോർഷനാണ്, അതായത് ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ. അതിൽ നമ്മളൊരു എവിടെയെങ്കിലും ഒരു കുത്തിടുന്നു. ആ കുത്ത് എന്ന് പറയുമ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ എക്സ് വൈ പോയിന്റിലൂടെ മുകളിലോട്ട് പാസ് ചെയ്യുന്ന, അതിനെ തുളച്ചു പോകുന്ന ഒരു തരത്തിലൊരു ലൈന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ലൈൻ എന്ന് പറയുന്നത് ആദ്യം ഇവിടെ കട്ട് ചെയ്യുന്നത് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനിനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി അതേമാതിരി അത് എവിടെയാണ് ലീവ് ചെയ്യുന്നത്, ആ ലൈൻ ഏത് പ്ലെയിനെ പിന്നെ കട്ട് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു പ്ലെയിനെയാണ് അത് കട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു എന്താ എഴുതാൻ പറ്റും? സെഡ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും.
ഓക്കെ. അപ്പോൾ ഇവിടെ സെഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടം മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നത്? സെഡ് വേരീസ് ഫ്രം 0 ടു നമുക്ക് എവിടം വരെ എഴുതുന്നത്? അതായത് 1 - x - y വരെയാണ് നമുക്ക് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ലൈന് എമ്മും ഇവിടെ ഈ ഒരു ലൈന് എല്ലും ആണ്, അങ്ങനെയാണ് വരയ്ക്കാൻ. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ കൺസിഡർ ചെയ്യുക. നമ്മളിവിടെ ഒരു ആർബിട്രറി ആയിട്ടാണല്ലോ നമ്മൾ XY എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്ത്, ആ XY പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതും Y ആക്സിസിന് പാരലലുമായിട്ട് നമ്മളൊരു ലൈൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ. അപ്പോൾ ആ ലൈൻ എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെ മൂവ് ചെയ്യുന്നു എന്നാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കുലർ ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ട്രയാങ്കുലറാണ്. ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ എന്ന് പറയുന്നത് ആദ്യം ഈ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാ ഇക്വേഷൻ? x = 0 എന്ന് പറഞ്ഞു. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് y = 0 എന്ന് പറയുന്ന ലൈനാണ്. ഇപ്പം ഇനി ഈ പോർഷൻ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൽ അതായത് നമ്മൾ XY പ്ലെയിനാണുള്ള നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മുടെ കയ്യിലുള്ളത്? x + y + z = 1 എന്നതാണ്. ഇപ്പം നമ്മളിവിടെ XY പ്ലെയിൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ XY പ്ലെയിനിൽ സെഡിൻ്റെ പോർഷനേ വരില്ല അല്ലേ? അപ്പോൾ അവിടെ എന്തായിരിക്കും? z 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x + y + 0 = 1 എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് x + y = 1 which implies that y = 1 - x എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = 1 - x ആയിരിക്കും. അപ്പോൾ നമ്മളൊരു L എന്ന് പറയുന്ന ലൈന് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ L എവിടം തൊട്ട് എവിടം വരെയാണ് മൂവ് ചെയ്യുക? y = 0 മുതൽ y = 1 - x വരെ മൂവ് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ലൈനിനെ ഞാൻ ഈ y ആക്സിസിൽ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊട്ട് എവിടം വരെ മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മുടെ അതായത് ഈ ഒരു റീജിയൻ, ആ ഒരു ട്രയാങ്കുലർ റീജിയൻ മൊത്തത്തിൽ കവർ ചെയ്യുക എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. അത് മൊത്തത്തിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടം മുതൽ എവിടം വരെ വരെയാണ്? 0 മുതൽ ഈ ഒരു പോയിന്റ് ഇവിടെ ഏതാണ്? 1 എന്ന് പറയുന്ന പോയിന്റ് വരെയാണ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കേണ്ടത്. സോ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടുന്ന് മുതൽ എവിടം വരെയാണ്? 0 മുതൽ 1 വരെയാണ്. ഓക്കെ. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇതിനെക്കാളും കുറച്ചുകൂടി ക്ലിയർ ആകുമോ അറിയില്ല. നമ്മൾക്ക് വോളിയം എന്ന് പറയുന്നത് ഒരു ടെട്രാഹെഡ്രൻ ബൗണ്ടഡ് ബൈ ദ പ്ലെയിൻസ് x = 0, y = 0, z = 0 ആൻഡ് x + y + z = 1 എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ റീജിയൻ്റെ ഷാഡോ ആർ ഓഫ് ദ ടെട്രാഹെഡ്രൻ ഇൻ ദ XY പ്ലെയിൻ, ഈ ടെട്രാഹെഡ്രനിൻ്റെ XY പ്ലെയിനിലുള്ള ഷാഡോ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ റീജിയൻ ആണ്. ആ ട്രയാങ്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ലൈൻസ് ഏതൊക്കെയാണ്? അതായത് ഒരു മിനിറ്റ്. ഓക്കെ. ഈ ഒരു XY പ്ലെയിൻ ഇത് ബൗണ്ടഡ് ചെയ്തിരിക്കുന്ന ലൈൻസ് x = 0 y = 0 ആൻഡ് x + y = 1. ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇക്വേഷൻ x + y + z = 1 ആയിരുന്നു. XY പ്ലെയിനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സെഡിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അവിടെ 0 ആണ്. സോ ഇത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അങ്ങനെയാണ് x + y + z = 1 എന്ന് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കുലർ പ്ലേറ്റിലുള്ള ഒരു ആർബിട്രറി പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് നമ്മളൊരു ലൈൻ ലൈന് വരയ്ക്കുക. എം എന്ന് പറയുന്നത് വിച്ച് ഈസ് പാസിംഗ് ത്രൂ, അതായതാണ് ദ ലൈൻ എം പാസിംഗ് ത്രൂ ദ ടിപ്പിക്കൽ പോയിന്റ് XY ഇൻ R ആൻഡ് പാരലൽ ടു സെഡ് ആക്സിസ്. അത് ശ്രദ്ധിക്കണം. ഈ ഒരു സെഡ് ആക്സിസിന് എന്തായിരിക്കണം? ആ ലൈന് എം എന്ന് പറയുന്നത് എന്തായിരിക്കണം? പാരലൽ കൂടി ആയിരിക്കണം. ഓക്കെ. അങ്ങനെ വരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ആ ലൈന് നമ്മുടെ റീജിയൻ ബിയിലോട്ട് എവിടെ എൻ്റർ ചെയ്യണത്? സെഡ് = അതായത് ഇതാണല്ലോ നമ്മുടെ സെഡ് ആക്സിസ്. ഈ സെഡ് ആക്സിസിൻ്റെ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ആ ലൈൻ എന്ന് പറയുന്നത്. 3 ഡയമെൻഷനിൽ ആയതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ സെഡ് = 0 മുതലാണ് വേറെ തുടങ്ങുന്നത്. ഇനി എവിടേക്കാണ് അത് ലീവ് ചെയ്യുന്നത്? എവിടെ തട്ടിയിട്ടാണ് ലീവ് ചെയ്യണത്? ഇവിടുന്ന് പോവാണ്. അവിടുന്ന് ആ ഒരു റീജിയൻ കവർ ചെയ്ത് പോകുന്നത് സെഡ് = 1 - x - y എന്ന് പറയുന്നത് കട്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് x + y + z = 1, ഇതിൽ നിന്ന് z = എഴുതിയതാണ് ഇത്. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ അതാണ് സെഡിൻ്റെ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇനി നമ്മൾ ഒരു ലൈന് L എന്ന് പറയുന്നത് എന്ത് വരയ്ക്കുക? XYയിലൂടെ വരയ്ക്കുക. അതെന്ന് പറയുന്നത് y ആക്സിസിന് എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം.
ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ അതേമാതിരി തന്നെ. അപ്പം നമുക്ക് എന്തായിട്ട് കിട്ടി? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ വി ഡി എക്സ് ഡി വൈ ഡി സെഡ് വോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് 1 ഓൾ ക്യൂബ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ഇൻറ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് മൈനസ് വൈ ദിസ് ഫംഗ്ഷൻ ഇൻറ്റു ഡി സെഡ് ഡി വൈ സിക്സ്. ഇനി നമ്മൾ ഫസ്റ്റ് ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആ പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇൻറ്റഗ്രൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതായത് അതിനെ ഇൻറ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് 1 ഓൾ പവർ -3 ഇൻറ്റു ഡി സെഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വരിക ഇൻറ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് മൈനസ് വൈ. സോ -3 അതായത് ദിസ് ടേം ഓൾ പവർ -3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? -3 പ്ലസ് 1 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരിക? ദിസ് ടേം, ഈ ഒരു ടേം ഇവിടെ ഉണ്ട്, ഹോൾ പവർ ആണ്. -3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ അതൊരു -2 എന്ന് വരും അല്ലേ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വരും എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് 1 ഓൾ പവർ -2 വോൾ ഡിവൈഡഡ് ബൈ നമുക്കൊരു -2 വരും. പിന്നെ ഇവിടെ സെഡിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, അതുകൊണ്ട് ഇനി നമുക്ക് ഫർദർ ആയിട്ടൊന്നും ചെയ്യാനില്ല. ഓക്കെ, പിന്നെ ഈ ലിമിറ്റ് എന്തായിട്ട് മാറും? വിത്തിൻ ദ ലിമിറ്റ് 0 to 1 മൈനസ് എക്സ് മൈനസ് വൈ എന്നായിട്ട് വരും. ഇനി ഈ മൈനസ് ഓൾ പവറിന് റെസിപ്രോക്കൽ, അതായത് ന്യൂമറേറ്റർക്ക് എടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? ഇത് വരെ -1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് 1 ഓൾ സ്ക്വയർ എന്ന് നമുക്ക് വരും. നമ്മൾ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? -1 ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിന് പകരം 1 മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഓൾ സ്ക്വയർ മൈനസ് 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സെഡ് 0 ആണ്, അപ്പോൾ അത് എഴുതണ്ടല്ലോ പ്ലസ് 1 ഓൾ സ്ക്വയർ. ഇവിടെ പ്ലസ് വൈയും മൈനസ് വൈ കൂടെയും ക്യാൻസൽ ചെയ്ത് പോവും. പ്ലസ് എക്സും മൈനസ് എക്സ് കൂടെയും ക്യാൻസൽ ചെയ്ത് പോവും. ഇനി ബാക്കി നമുക്കിവിടെ ഒരു പ്ലസ് 1ഉം ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് വരും? ഈ ഒരു ടേം മാത്രം -1/2 ഇൻറ്റു 2 ഓൾ സ്ക്വയർ എന്ന് വരും. അതായത് 1 + 1 വരുമ്പോൾ 2 ഓൾ സ്ക്വയർ. സോ ഫസ്റ്റത്തെ ടേം വിച്ച് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ -1/8. ദെൻ ഈ ടേം അങ്ങനെ -1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഓൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു നമ്മൾക്ക് കിട്ടിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഒരു സംഭവത്തിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/8 ഇൻറ്റു വൈ എന്ന് വരും. സോ സിമിലർലി നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/2 കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ എടുത്ത് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഓൾ പവർ -2. സോ ഇൻറ്റഗ്രൽ ഉണ്ട്. ഇനി അതിനെ ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ അതിനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഓൾ പവർ -1/-1 വരും. സോ നമുക്കതിനെ -1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ നമുക്ക് എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടി? ഇൻറ്റഗ്രൽ 0 to 1 -y/8 -1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 1 വിത്തിൻ ദ റേഞ്ച് y is equal to 0 to y is equal to 1 - x. ഇനി നമ്മൾ ഇതിനെ ഈ ലിമിറ്റ് കൊടുക്കുക. വൈക്ക് പകരം ആദ്യം എന്ത് കൊടുക്കുക? നമ്മൾ 1 - x കൊടുക്കുക. സോ നമുക്കതൊരു 1 - x വോൾ ഡിവൈഡഡ് ബൈ 8 -1/2 ഇൻറ്റു എക്സ് വൈക്ക് പകരം പ്ലസ് 1 - x പ്ലസ് 1 എന്ന് നമുക്ക് വരും. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ടേം 0 ആവും, മൈനസ് പ്ലസ് ആവും. 1/2 ഇൻറ്റു നമുക്ക് എന്ത് വരും? എക്സ് പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഇവിടെ -x ഇവിടെയും ക്യാൻസൽ ചെയ്ത് പോവും. സോ 1 + 1 ഇപ്പോൾ 2 വരും. അതായത് ഈ ടേം അങ്ങനെ തന്നെ വരും. ഈ ഒരു ടേം എന്ന് പറയുന്നത് -1/4, അതായത് 2 × 2 എന്ന് പറയും -1/4. ദെൻ ഈ ടേം അങ്ങനെ തന്നെ വരും.
സോ അതാണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. ഇൻ്റഗ്രൽ 0 to 1 ദാറ്റ് ടേം ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞു. ഇനി നമ്മളിതിനെ വീണ്ടും എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്നും ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് -1/8 മൈനസ് മൈനസ് വരുമ്പോൾ +x/8 ദെൻ ഇവിടെ ഒരു -1/4 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ -1/4 -1/8 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -3/8 എന്ന് കിട്ടും. പിന്നെ +x/8 പ്ലസ് ദിസ് ടേം എന്ന് വരും. ഇനിയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ ദിസ് ടേം ഇപ്പോൾ അതെന്തായിട്ട് മാറും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് -3x/8 എന്ന് വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരും, 1/8 ഇൻറ്റു x²/2 എന്ന് വരും. അതാണ് x²/16 എന്ന് കിട്ടിയത്. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരും, 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/x+1 എന്ന് വരും. സോ അതിനെന്ത് വരും, log x+1 എന്ന് വരും. സോ അതാണ് 1/2 ഇൻറ്റു log x+1 വിത്തിൻ ദ ലിമിറ്റ് 0 to 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ലിമിറ്റ് 0 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ln2 - 5/8 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ആ ഒരു റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ ആയത് നമുക്ക് ആ ലിമിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളത്. അപ്പോൾ ആ ടെട്രാഹെഡ്രൻ്റെ ഫിഗറൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും.